എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സുഖിയൻ ഉണ്ടാക്കാവേ. അതിനായിട്ട് അരക്കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തേങ്ങ ചിരകിയത്, ജീരകം, ഏലക്ക, മധുരത്തിനാവശ്യമായ ശർക്കര. ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാവേ. ഇതിലങ്ങനെ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഉരുക്കിയെടുക്കുമായിരുന്നേ. ഇനി ഈ ശർക്കര ഒന്ന് ഉരുകി വന്നു കഴിയുമ്പം ചതച്ചെടുത്ത ജീരകവും ഏലക്കായും ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് തേങ്ങ നന്നായിട്ടൊന്ന് യോജിച്ച് വരണേ. അപ്പോഴത്തേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് വേകണേ. ചെറുപയർ നമ്മൾ കയ്യിലെടുത്തിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് ചതഞ്ഞ് വരുന്ന പരുവത്തിൽ വെന്തിരിക്കണം. ഇനി ഈ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ഈ ശർക്കരപ്പാനിക്കകത്തോട്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത ചെറുപയർ ഈ ശർക്കരപ്പാനിയിലേക്കിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഈ ചെറുപയറും തേങ്ങായും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അരിപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ 2 സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ എള്ളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ മിക്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഇഡലിമാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ബാറ്റർ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാവേ. ഇനി ആ മിക്സ് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണേ. എന്നിട്ട് ഈ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും ഈ ബാറ്ററി മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ദേ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചായക്കട പലഹാരമായ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.